It traces back to 1,000 years old history. How is it? How's it? As delicious as always. How is it? അന്നേ അവരോടൊപ്പം തന്നെ നിന്ന് ഇതാക്കുന്നുണ്ട്. ഞാൻ 2019 ഇവിടെ വന്നപ്പോൾ ഈ അമ്മച്ചീനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ അമ്മച്ചി 2019 പപ്പടേ ഇവിടെ പപ്പടം ഉണ്ട് കേട്ടോ. സ്പൈസി. How is it? Spicy but yummy. Yummy. Super. Anna, you can try the food and give the review about Yangro Power, man. I want to cry. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ചൈനയിലത്തെ ഷിയാനിലാണ്. ഇത് ബാക്കിൽ കാണുന്നതാണ് ഷിയാൻ ബെൽ ടവർ വരുന്നത്. അപ്പോൾ ചൈനയിലത്തെ ഷിയാനിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇവിടുത്തെ ഒരു മുസ്ലിം സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുസ്ലിം സ്ട്രീറ്റിൻ്റെ വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് മുസ്ലിം സ്ട്രീറ്റിൻ്റെ വീഡിയോ ഒരു പാകിസ്ഥാനി ഫ്രണ്ടിൻ്റെ ഒപ്പമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതും ഈ റമദാൻ മാസത്തിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. ഈ മുസ്ലിം സ്ട്രീറ്റിൽ നമ്മൾ മുന്നേ കഴിഞ്ഞ വർഷത്തിൽ ഒരു ഇഫ്താറിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഡീറ്റെയിൽ ആയിട്ടുള്ള മുസ്ലിം സ്ട്രീറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. ഏതൊരു വ്ളോഗർ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം സ്ട്രീറ്റ് ഫുൾ കവർ ചെയ്യുന്നതാണ്. ടെക് ട്രാവലിറ്റി സുജിത് ഭക്തം വന്നപ്പോൾ യാസിൻ വ്ളോഗ്സ് ഒക്കെ വന്നപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മളിനി ഇവിടുത്തെ ലോക്കൽ ആയിട്ട് എങ്ങനെ നമ്മൾ മുസ്ലിം സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് കാണാൻ പോകുന്നത്. ഇതേ ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്. Oh wow, you are so fast. Okay. പറഞ്ഞോളൂ. Welcome back guys and really it's Introduce yourself. Why should I introduce? People know me already. Photos. Okay. ഇവിടെ ചൈനീസ് ഫ്രണ്ട് വന്നിട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ ഇവിടെ ചൈനീസ് ഫ്രണ്ട്സ് വന്ന് ഫോട്ടോ എടുക്കണതിൽ ഒന്ന് സ്കിപ്പായി പോയതാണ്. അപ്പോൾ അന്നേനെ പറ്റി പറയുമ്പോൾ അന്ന പാകിസ്ഥാൻ സ്റ്റുഡൻ്റാണ്. ഇവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇനീഷ്യൽ വീഡിയോസിൽ വി വെന്റ് ടു ഷാവ്ലിൻ ടെമ്പിൾ റൈറ്റ്. അപ്പോൾ ഷാവ്ലിൻ ടെമ്പിളിലൊക്കെ നമ്മൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് വീഡിയോ കണ്ടവർക്കും യാസിൻ വ്ളോഗ്സിൻ്റെ ചാനലൊക്കെ കണ്ടിട്ട് ഉള്ളവർക്കൊക്കെ അറിയാം അന്ന നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അന്നയാണ് നമ്മുടെ ഒപ്പം മുസ്ലിം സ്ട്രീറ്റിലോട്ടുള്ളത്. What do you want to tell about Muslim street of Xi'an, China? Okay, already you have I think captured a lot of videos about this area, Muslim street. Yeah, but like I think this time we will be having a different perspective because these days we are observing Ramadan. It's a holy month. Muslims we do our fasting, and I have just opened my fast just 2 minutes ago. So you are also doing fasting? Yes, I was fasting. And then let's see how the Muslim street would be looking like in this month especially. അപ്പോൾ ചൈനയിൽ മുസ്ലിംസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്കുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാഴ്ചയാണെന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. ചൈനയിൽ എല്ലാവരും പറയും കുറേ ഹലാൽ ഫുഡും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഈ ഒരു സ്ട്രീറ്റ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഹലാൽ ഫുഡ്സാണ്. അപ്പോൾ നമ്മളിനി അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഫ്രൂട്ട്സിൻ്റെ കട വരുന്നുണ്ട് കേട്ടോ. അത് ചൈനയിൽ നമുക്ക് എവിടെ നോക്കിയാലും കുറേ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സംഭവങ്ങൾ കാണാറുള്ളതാണ്. ഇത് ഒരു വെറൈറ്റി ആയിട്ടൊരു പെയർ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേറെയും കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഏതാണോ വേണ്ടത് വെയിറ്റ് അനുസരിച്ചിട്ട് ഇവിടെ എടുക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് പൈസ കൊടുക്കുക. People are like haram, she's eating haram. She's eating haram, so I'm not going to eat the squids anymore. Squid is not haram, guys. Squid is like seafood. It's not haram. Seafood, it's not haram. It's like makruh we say. I mean it's not very popular to eat in our countries. That's why people think like that. It's haram probably. ഇത് ഈ കാണുന്നതൊക്കെ സ്ക്വിഡാണ് കേട്ടോ. സ്ക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂന്തൽ അങ്ങനെ എന്തോണ് മലയാളത്തിൽ വരുന്നത്. പക്ഷേ അത് അവരുടെ അവിടെ അത് ഹറാമാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ മീനെല്ലാം ഹലാലാണെന്നാണ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ള ഒരു അറിവിൽ അറിയണത്. അപ്പോൾ ഇവിടെ സ്ക്വിഡ് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ പൊട്ടറ്റോൻ്റെ സംഭവമുണ്ട്. ഇത് ചിങ്കി തോഫു. ഇത് പക്ഷേ നമുക്കൊരു ദിസ് ഇസ് ചിങ്കി തോഫു. And that one? This is like a drink over here, like with the juice and everything. ഇതൊരു തരം ചൈനീസ് ഡ്രിങ്കാണ് വരുന്നത്. അപ്പോൾ ഇതിൽ മറ്റേ പൊമഗ്രാനേറ്റും സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ തരുന്നൊരു കുടം പോലത്തെ ഒരു സാധനത്തിലിട്ട് തരുന്നതാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷുഗറിൻ്റെ സിറപ്പ് വെച്ചിട്ടുണ്ടാക്കിയ ഓരോ ഐറ്റംസും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ പഞ്ഞി മിഠായിയും സാധനങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ നോക്കി നോക്കാം. അത് അറ്റ്ലീസ്റ്റ് ഇന്ന് മുസ്ലിം സ്ട്രീറ്റ് അധികം അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഫുഡാണ് മേടിക്കേണ്ടതെന്നുള്ളത് നോക്കി നോക്കാം. Anta habibi kullu halal. Everything is halal. Everything is halal. So let's try. Yeah. Let's start. And we have a good sponsors today. So who is the sponsor? Dr. Lee. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി ഓരോ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ്. നമ്മൾ മുസ്ലിം സ്ട്രീറ്റിന് ഉള്ളിലേക്ക് കയറി ഫുഡിലോട്ട് നമ്മൾ കിടക്കും കേട്ടോ. ഓരോ ഫുഡിലോട്ട് നമ്മൾ കിടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അന്നേൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. Anna, can you explain about the Muslim street? What all histories you know? Okay, Muslim street. You can speak a bit louder. Okay, the Muslim street. I think everybody most of the people
people who come in Xi'an. It is the most populous place. It is almost 1,000 old history. 1,000 years old. Yeah, it's fine. It is it traces back to 1,000 years old history, and it is the main place where you can find the Hui minority, which are Muslim Chinese people. Yes. It is the hub for this place. And you know one more thing, I can add one more point. Right. Hui minority, which means like this street in Chinese is called Hui Mingjie. Yeah. Okay. And secondly, around this area you will find a lot of mosques, different their old and cultural history. More than 20 mosques are there. More than 20. Yeah. 20 mosques and a lot of good delicious food. Yeah. You can come and അപ്പോൾ ഗൈസ് നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്നുള്ളത് ചൈനയിലത്തെ മെയിൻ ഒരു റൂട്ടായിരുന്നു സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിൽക്ക് റൂട്ടിൽ കവർ ചെയ്യുന്നതാണ് തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, പിന്നെ റഷ്യ, ചൈന, അങ്ങനത്തെ വലിയൊരു റൂട്ടാണ് സിൽക്ക് റൂട്ട് വരുന്നത്. നമ്മുടെ സ്പൈസ് റൂട്ടാണ് വരുന്നത്. അപ്പോൾ ഈ സിൽക്ക് റൂട്ടിലത്തെ മെയിൻ ഒരു ഫുഡ് ഹബ്ബ് കൂടിയായിരുന്നു ഈ മുസ്ലിം സ്ട്രീറ്റ് വരുന്നത്. പിന്നെ മുസ്ലിം സ്ട്രീറ്റിൻ്റെ വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഗവൺമെൻറ്റിന് എവിടെ വേണമെങ്കിലും ഡെവലപ്മെൻറ്റ് ചൈനയിൽ നടത്താൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു വീടുണ്ടാവും, പൈസ തന്നു കഴിഞ്ഞാൽ അവിടെ സ്ഥലം പൊളിച്ചിട്ട് ഡെവലപ്മെൻറ്റ് നടത്താം ചൈനയിൽ. പക്ഷേ ഈ മുസ്ലിം സ്ട്രീറ്റിൻ്റെ ഈ ഒരു ഏരിയ ഇവിടെ തൊട്ടിട്ട് ഇതങ്ങോട്ട് മൊത്തം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ 1000 വർഷത്തിന് മുന്നേ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത് വരുന്നത്. ഇവിടുത്തെ പേയ്മെൻറ്റ്സ് വരെ നോക്കൂ, അതുപോലും പണ്ടത്തെ ആ പേയ്മെൻറ്റ്സ് തന്നെയാണ് വരുത്തിയേക്കുന്നത്. അല്ലാണ്ട് ഇവിടെ കൂടുതലായിട്ടുള്ള ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ഇതൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു ഒത്തൻറ്റിസിറ്റിയും ആ ഒരു എന്താ പറയുക, ആ ഒരു പുരാതനമായ ആ ഒരു സംഭവത്തിലാണ് ഈ ഒരു ഏരിയ ഉള്ളത്. ഇത് നമ്മുടെ മുസ്ലിം സ്ട്രീറ്റിലെ 1898 തുടങ്ങിയിട്ടുള്ള ഒരു കടയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് കടേൻ്റെ ഒരു ഭംഗിയൊക്കെ ആക്കിയിട്ടുണ്ട്. അതായത് ചൈന ടൈം ഹോണേഡ് ബ്രാൻഡ് 1898, ഏകദേശം ഒരു 127 വർഷം പഴക്കമുള്ള ഒരു കടയാണ്. അവിടെ സ്പെഷ്യൽ ഒരു ഐറ്റമാണ് റൂജിയാമോ. ഈ റൂജിയാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബണ്ണ് മീറ്റാക്കിയിട്ട് ഇങ്ങനെ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ മറ്റേ മട്ടനോ അല്ല ബീഫ് വെച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതിലേക്ക് ഇങ്ങനെ കുറച്ച് സ്പൈസ് ആഡ് ചെയ്യും. എന്നിട്ട് ഈ ബീഫ് വേവിച്ച ബീഫ് മാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൂപ്പൊക്കെ ആഡ് ചെയ്തിട്ട് തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം വന്നിട്ട് ഇവിടെ ടോക്കൺ എടുക്കണം. ഒരെണ്ണത്തിന് വില വരുന്നത് 10 രൂപ 15 രൂപയൊക്കെയാണ് ടോക്കൺ വരുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ലൈന് നിൽക്കണം. കാരണം ഇത് അത്രയും ഫേമസ് ആയതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സംഭവം. അങ്ങനെ നമുക്ക് നമ്മുടെ ലൈനിൽ നിന്നതിന് ശേഷം നമുക്ക് റൂജിയാമോ കിട്ടിയേക്കാണ്. ഇനി റൂജിയാമോ കഴിച്ച് നോക്കാം. നമ്മുടെ അന്ന കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. യെസ്, യു ക്യാൻ ട്രൈ. I think this is my 551 try for the Rujamo. Exactly. So how is it? How's it? As delicious as always. As always, because it's the authentic food of Xi'an. Yeah, it's the most signature and popular dish of Xi'an. Yeah, I've been to other cities and I've tried Rujamo from those cities. But like Xi'an Rujamo is something special. It's on the top. Yeah. അപ്പോൾ ഗൈസ് ഷിയാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും റുജിയാമോ കഴിക്കണം. അതൊരു ഒത്തൻറ്റിക് ഫുഡ് കൂടിയാണ് ഇവിടുത്തെ മസ്റ്റ് ട്രൈ ഫുഡ്. ഞാൻ അടുത്തത് ഇവിടെ കുറേ കൗറോ സ്റ്റിക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. ഇവിടെ യോഗേർട്ട് ഉണ്ട്, സ്പെഷ്യൽ യോഗേർട്ട് ഉണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചിക്കൻ അല്ല മട്ടൻ്റെ ലെഗും സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. ലാമ്പ് ലെഗാണ് ഈ ഐറ്റംസ് വരുന്നത്. ലാമ്പിൻ്റെ കുറേ ലെഗും കുറേ മസാലയൊക്കെ തേച്ചിട്ടുള്ള എന്തൊക്കെ സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ടേസ്റ്റുള്ള സംഭവമാണ്. ഇത് ഈ ബോട്ടീൻ്റെ സംഭവം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുൾ മീറ്റ് ആക്കിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അതിങ്ങനെ മറ്റേ ഉള്ളിൽ നല്ല സ്പൈസും സാധനങ്ങളൊക്കെ ആക്കിയിട്ട് തരുന്നതാണ്. ഇവിടെ കുറച്ച് ഇതും വരുന്നുണ്ട്, നൂഡിൽസും വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ബോട്ടി വെച്ചിട്ടുള്ള സാധനം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെയാണ് അത് തരിക. നമുക്ക് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം ഇങ്ങനെ ഗ്രെയിൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് മീറ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതിൽ കുറച്ച് സൂപ്പും അതേപോലെ തന്നെ സ്പൈസ് ഒക്കെ വെച്ചിട്ടാണ് തന്നേക്കുന്നത്. ഇനി നമുക്ക് ഇത് കഴിച്ച് നോക്കാം. യു ക്യാൻ ട്രൈ. ഇറ്റ്സ് സോ ഹോട്ട്. മീറ്റിൻ്റെ ബോൾസ് പോലത്തെ സാധനമുള്ളത് നമ്മൾ അന്നെ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. How is it? Rate on 10. Juicy. Rate on 10. Okay. 7. Okay. അടുത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അന്നയുടെ ഫുൾ ഡ്രസ്സിനെ പറ്റിയിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫുൾ കോസ്റ്റ്യൂം വരുന്നത്. പാകിസ്ഥാൻ സൽവാർ കമീസ്. പാകിസ്ഥാൻ്റെ റമദാൻ പ്രമാണിച്ചിട്ട് ഫുൾ കോസ്റ്റ്യൂമൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കോസ്റ്റ്യൂം വരുന്നത്. നമുക്ക് ഇവിടെ എന്തോ ഒരു ഷോപ്പ് കാണുന്നുണ്ട് കേട്ടോ. സ്വീറ്റ്സൊക്കെ ഉള്ള ഷോപ്പ് തോന്നുന്നു. ഇവിടെ നമുക്ക് കയറി നോക്കാം. എന്തായാലും സീറ്റ് വെറുതെ വെച്ചെങ്കിൽ അത് പറഞ്ഞെടുത്ത് കഴിച്ച് നോക്കാം. ഞാൻ സീറ്റ് എടുക്കാം, എടുത്ത് നോക്കാം, കഴിച്ച് നോക്കാം. ഇറ്റ്സ് ഗുഡ്.
at least kill the taste of that previous food. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 റോബോട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കണ്ട ശരിക്കും പെണ്ണുങ്ങൾ തന്നെ. ഹലോ നിഹാ, അങ്ങനെ തന്നെ അന്നെ അവരോടൊപ്പം തന്നെ നിന്ന് ഇതാക്കുന്നുണ്ട്. റോബോട്ട് അത്ര ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്ന കേട്ടോ. വാവ്, ഇറ്റ്സ് ഡൺ. ഇതിൽ ഫുൾ കൊള്ളാട്ടോ. അത്രയും സെറ്റപ്പ് ആക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇത് കയ്യിലത്തെ കറക്റ്റ് ആ ഒരു റിങ്കിൾസും കാര്യങ്ങളും വെയിൻസും എവറിത്തിങ് ഇസ് സോ ആക്യുറേറ്റ്. ലൈക്ക് ദ വെയിൻസ് ആൻഡ് എവറിത്തിങ്. Absolutely. Look like real human being. Even the teeth and everything. കൊള്ളാം. കടയിൽ കുറേ സ്നാക്സിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. ഇത് മൊത്തം ബദാമും പിസ്തയും സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെ കുറേ ഐറ്റംസ് ആണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കപ്പലണ്ടി മിഠായി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ജീരകം എള്ളിൻ്റെ മിഠായി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ. ഹലോ 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 പൈസ ഷിപ്പിംഗ് ദാ. ഇവിടെയും കുറേ സംഭവങ്ങളുണ്ട്. ശി ഇതൊക്കെ ഓക്കെ. കുറേ സാധനങ്ങളൊക്കെ കഴിക്കാൻ തരും കേട്ടോ. ഇവിടെ കുറേ അച്ചാറുകളാണ് ഇവിടെ മൊത്തം വരുന്നത്. പിന്നെ ഈ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ജെല്ലി ഐറ്റംസ് ആയിട്ടുള്ള, അതായത് ഡ്രൈ ഫ്രൂട്ട്സും മിക്സ് ആയിട്ടുള്ള ജെല്ലി ഐറ്റംസും സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഫ്രോസൺ ഡ്രൈഡ് സാധനങ്ങളായിരിക്കും. മാംഗോ ഉണ്ട്, പ്ലം ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ വേറെയും വരുന്നു. ഇത് ഫുൾ മധുരത്തിൻ്റെ ഒരു കൊട്ടാരം, മധുരത്തിൻ്റെ കൊട്ടാരം കഴിച്ച്. ഇവിടെയും കുറേ പുഡിങ്ങും സാധനങ്ങളൊക്കെ, മൂൺ കേക്ക്സിൻ്റെ പോലത്തെ സാധനങ്ങളാണ് വരുന്നത്. പിന്നെ ഇവിടെ കുറേ ജ്യൂസ് ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ എന്താ ഇവിടെ ഉള്ളത്, ചായേൻ്റെ കുറേ ഐറ്റംസ് ഒക്കെയാണ് അപ്പുറത്ത് വരുന്നത്. പിന്നെ ഇവിടെ മുട്ടായി കുറേ വരുന്നുണ്ട്. മിഠായി ഇതിൻ്റെ കൊഴലപ്പം പോലത്തെ എന്തൊക്കെ സാധനമൊക്കെ ഉണ്ട്. ഇതേ വേറെയും കുറേ മിഠായികൾ. ഇത് കുറേ ചായകളാണ് കേട്ടോ. പലതരത്തിലുള്ള ചൈനീസ് ചായകളാണ് ഇവിടെ വരുന്നത്. എന്തൊക്കെയോ തരം ചായ പോലത്തെ എന്തോ ഡ്രിങ്കാണ്. ഇവർക്ക് നമ്മുടെ പോലെ ചായപ്പൊടിയും മസാല ചായ, പാൽ വെച്ച ചായ അങ്ങനത്തെ കുറേ സാധനങ്ങളല്ല. ഇവിടെ വെറൈറ്റി ചായകളാണ് മൊത്തം വരുന്നത്. അവിടെ അന്നേൻ്റെ അടുത്ത് എല്ലാവരും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ അമ്മച്ചി ഇപ്പം 89 വയസ്സാണുള്ളത്. ഞാൻ 2019 ഇവിടെ വന്നപ്പോൾ ഈ അമ്മച്ചീനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ അമ്മച്ചി 2019 ഇപ്പോഴും ഈ അമ്മച്ചി ഫുള്ള് ഹെൽത്തി ആയിരിക്കുന്നു. കോവിഡിനെ അതിജീവിച്ച് എല്ലാം ഹെൽത്തി ആയിരിക്കുന്നു. എല്ലാ മറ്റേ ബ്ലെസ്സിങ്സ് നേരിട്ട് അമ്മച്ചി അടുത്ത വർഷത്തേക്ക് 90 വയസ്സാവാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഇവിടെ കുറേ സൊവിനിയേഴ്സിൻ്റെ ഷോപ്പാണുള്ളത്. ഇവിടെ എന്തെല്ലാം ക്യൂട്ട് സൊവിനിയേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ സിയാനത്തെ മെയിൻ സംഭവം ഇപ്പോൾ നമ്മൾ കഴിച്ച റൂജിയാമോവിൻ്റെ ഒരു സൊവിനിയറാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ന്യൂ സൊവിനിയർ ഇൻ ദ ടൗൺ. പിന്നെ ഇവിടെ കുറേ ടെറാക്കോട്ടേൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പാകിസ്ഥാൻ sponsor me more than you are going to. ഓക്കെ. അപ്പോൾ ഇവിടെ കുറേ ഈ ടെറാക്കോട്ടേൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ടെറാക്കോട്ടേൻ്റെ പോയതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ സൊവിനിയേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ സിയാനിൽ തന്നെ ആയതുകൊണ്ട് സിയാൻ്റെ കുറേ സൊവിനിയേഴ്സ് ഓൾറെഡി റൂമിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇനി ഇവിടെ നിന്ന് വേറെ സൊവിനിയേഴ്സും കാര്യങ്ങളൊന്നും മേടിക്കുന്നില്ല. ഇനി നമുക്ക് ഇവിടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്, അപ്പുറത്തേക്ക് പോവാം. പപ്പടം ഇവിടെ പപ്പടം ഉണ്ട് കേട്ടോ. നമ്മുടെ ചൈനീസ് സ്പെഷ്യൽ പപ്പടമാണ് ഇവിടെ ഉള്ളത്. എന്തോ ഒരു ഫ്രയം പോലത്തെ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുള്ള ഒരു പപ്പടമാണ് ഇവിടെ ഉള്ളത്. മസാല പപ്പടം ഉണ്ട്, കുരുമുളക് പപ്പടം ഉണ്ട്, അതുണ്ട് ഇതുണ്ട്. ഇത് നമ്മുടെ അന്ന ഇവിടെ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. Papad is papad. Papad is papad. Wherever it goes. But they have like a different flavors, I guess. A lot of different flavors. Spicy. They wrote over here. Barbecue flavor ഉണ്ട്, സീവീഡിൻ്റെ ഫ്ലേവറിലുള്ളത്. പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ, കുമിൻ ഉണ്ട്, സ്പൈസി ഉണ്ട്, ടൊമാറ്റോ ഫ്ലേവർ, തക്കാളീൻ്റെ ടേസ്റ്റിലുള്ള പപ്പടമൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ കഴിക്കാൻ പോകുന്നത് സ്ക്വിഡാണ് കേട്ടോ. അതെ, സ്ക്വിഡിൻ്റെ കുറേ ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട്. കാല് വെച്ചിട്ടുണ്ട്, ബോഡി വെച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇത് ഇവിടെ അങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്ക്വിഡ് ഉണ്ടാക്കി തരുന്നത്. ഇവിടെ മൊത്തം എണ്ണയിലാക്കിയിട്ട് പിന്നെ സ്പൈസി സംഭവങ്ങളൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം നമ്മൾ 3 എടുത്തിട്ട് 3 10 രൂപയാണ് വന്നെങ്കിൽ അത് നമുക്ക് ഇനി കഴിച്ച് നോക്കാം. കഴിഞ്ഞാൽ അതെ പൊട്ടറ്റോൻ്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പൊട്ടറ്റോ ചിപ്സ് പോലത്തെ ഇങ്ങനെ ഫ്രൈസ് പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സിയാൻ്റെ ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് വരുന്നത്. സിയാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് പൊമഗ്രാനേറ്റ് ജ്യൂസ് പോലത്തെ ഒരു ജ്യൂസൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ വേറെ പൊമഗ്രാനേറ്റ് ജ്യൂസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെന്തായാലും വേണ്ടി വെക്കും. Nitin, can you please tell me that how you guys are observing Ramazan in your country? Like Ramazan is like the same everywhere, I guess. Like Muslims follow the same thing everywhere. So I have like many Muslim friends who are doing the fasting and it's almost the same. Like and like all the mosques are having that iftar
like iftar, you call iftar and everything there. There are like it's almost the same. And what about in your religion? Like in my religion, in Hinduism, there is nothing like this kind of fasting, but still we have some fasting, like we call it as Ekadashi or something like that. In that we won't be able to eat the rice and we can't eat non-veg. That's the main thing. Like it's not but like it's fully not like kind of complete or, fasting. It's not like that. Not using water or No. anything to eat. We can drink water and we can eat some snacks. And for how long you like observe it? For a whole It's day? like for whole day. For a whole day. Yeah, and it's like just once in a day, like one time you can have the rice. And it is on some particular occasion. Like every temple, like most of the temple have this kind of like all the gods, like some gods. I am not sure about everything. But like, the concept behind doing fasting is almost the same. The purification of the soul and to get the almost the spiritual same. Yeah, enlightenment, right? almost the same. And the main thing is like you can't have the non-veg, according to Hindus. And in Christianity, they have like Easter fasting is there, which is like around 40 days, I guess. Some of my Christian friends also do this kind of fasting, but they can't have the non-veg. They can have the food and everything. Like I haven't seen anything like similar to Muslim fasting in other religions. ഇതൊക്കെ തന്നെയാണ് തോന്നുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു അറിവ് വെച്ചിട്ട് നമ്മൾ കാണുന്നതും ഫ്രണ്ട്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് സ്ക്വിഡ് ഇവിടെ കിട്ടിയേക്കാണ് കേട്ടോ. അപ്പോൾ സ്ക്വിഡ് കിട്ടിയിട്ടുണ്ട്. ഈ സ്ക്വിഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അന്ന കഴിച്ച് നോക്കിയിട്ട് പറയും. ഫിഷ് സംതിങ് ഈസ് ഫിഷ്. If you are feeling fishy, come to fishy. Okay. You can try. Spicy? Indian. How is it? Spicy but yummy. Yummy. Super. As always. നല്ല അടിപൊളി മട്ടൻ്റെ കാലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മട്ടൻ്റെ ഫുൾ കാൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ആൾക്കാർ ഇവിടെ ഖൗറോന്നാണ് ഇതിന് പറയാം. ഈ ബാബിക്യൂ ആണ്. ഇത് ഇവിടുത്തെ ഒരു ഒതൻറ്റിക് ഫുഡാണ് ഈ വരുന്നത്. അവിടെ കോഴികളിയും കളിച്ച് നിൽക്കുന്ന അന്ന. ഇത് നമ്മൾ നേരെ അപ്പുറത്ത് എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് ഉള്ളത് നോക്കി നോക്കാം. എന്തോ ഒരു തിളപ്പിച്ചിട്ടുള്ള ചായ പോലത്തെ ഒരു ഐറ്റം ഉണ്ട്. പിന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതെന്താ ഷുഗർ സംഭവങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇത് റൈസ് കേക്ക് പോലത്തെ ഒരു ഐറ്റമാണ്. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ടേസ്റ്റ് അധികം ഇല്ലാത്തൊരു സാധനമാണ് ഈ വരുന്നത്. റൈസിൻ്റെ ഇതിൽ ഫ്ലേവർ വെച്ചിട്ടാണ് വരുന്നത്. നമ്മൾ വിചാരിക്കും മധുരമുള്ള സാധനമാണ്, പക്ഷേ അത്ര മധുരമില്ല. ഒരുമാതിരി എന്തോ ഒരു ടേസ്റ്റാണ് വരുന്നത്. മുസ്ലിം സ്ട്രീറ്റിൻ്റെ ഉള്ളിലുള്ള കുറേ പുരാതനമായ എന്തൊക്കെ സംഭവങ്ങൾ ഹിസ്റ്ററീനെ എന്തൊക്കെ കാണിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. വിഷു ഗെറ്റ് റിച്ച് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തതാണ്. ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ്. റിമെമ്പർ യാസീൻ വ്ളോഗ്സ് വന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ സൈഡിൽ ഫോട്ടോ ആഡ് ചെയ്യാം. ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. കുറേ ഉണക്കിയ ബീഫും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നാട്ടിലൊക്കെ കിട്ടും തോന്നുന്നു അല്ലേ ഉണക്കിയ ബീഫ്. ഇത് ഫ്ലേവറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള കുറേ ബീഫുകളാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇതിൻ്റെ വില നമുക്ക് കഴിച്ചാൽ 1 കിലോന് 158 രൂപ. നാട്ടിൽ ഏകദേശം 1600-1700 രൂപയാണ് വരുന്നത്. അപ്പുറത്ത് നല്ല സ്പൈസിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഔച്ചിത മെയിനോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമുക്ക് പാവം ഞാനാണ് വരുന്നത്. പാവം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുറേ മട്ടൻ്റെ അല്ലെങ്കിൽ ബീഫിൻ്റെ മട്ടൻ ആൻഡ് ബീഫ് വെച്ച് തരണം. അപ്പോൾ വെച്ച് തിളപ്പിച്ചിട്ട് ആ ഒരു ചട്ടീനെ സെറ്റാക്കുന്നത്. അതിനുശേഷം അതിലോട്ട് ബീഫും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് ബീഫിൻ്റെ സാധനം വരുന്നത്. ബീഫും മട്ടനൊക്കെ വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു പീസാണ് വരുന്നത്. അതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ ഇടും. ഇത് മഷ്റൂമാണ്. പിന്നെ ഗ്ലാസ് നൂഡിൽസ് ഇടും. പിന്നെ ഈ ബ്രെഡ്, ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് പാമോ മിയാൻ ഉണ്ടാക്കി തരുന്നത്. പാമോ ന്യൂറോ അല്ലെങ്കിൽ പാമോ യാങ്ങോ മിയാൻ ഉണ്ടാക്കി തരുന്നത്. പിന്നെ ഇവിടെ കുറച്ച് സീസണിങ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. യാങ്ങറോ പാമോ മിയാൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാനായിട്ടുള്ള വഴി. ഇതിലേക്ക് ബ്രെഡ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല മട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. മുട്ടയുണ്ട്, പിന്നെ എന്തോ ഇലയുണ്ട്, പിന്നെ മഷ്റൂം ഉണ്ട്, തക്കാളി ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ ചട്ടിയിൽ അങ്ങോട്ടിട്ട് വേവിച്ചിട്ട് അതിലേക്ക് അതിൻ്റെ കുറച്ച് സൂപ്പും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ യാങ്റോ പാവമോ മിയാൻ വന്നേക്കാണ്. ഇതാണ് ഇതിലുള്ള ഗ്ലാസ് നൂഡിൽസ്. പിന്നെ മട്ടനുണ്ട്, ബ്രെഡുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മുളകും പിന്നെ അതേപോലെ തന്നെ പുളിയുള്ളൊരു സാധനമാണ്, അത് കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ഇവരുടെ ചൈനീസ് സ്പെഷ്യൽ സ്പൈസാണ് വരുന്നത്, എണ്ണയൊക്കെ വെച്ചിട്ടുള്ള സ്പൈസ്, അതും കുറച്ച് ഇങ്ങനെ ആഡ് ചെയ്യാം. പിന്നെ അതേ വെളുത്തുള്ളി ഇരിക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇങ്ങനെ ഉപ്പിലിട്ടിട്ട് ഇങ്ങനെ കഴിക്കോട്ടോ, ഒരു പച്ചക്ക് കഴിക്കും. ഇനി നമുക്ക് നമ്മുടെ അന്നേൻ്റെ അടുത്ത് ഫുഡ് കഴിച്ചു നോക്കാൻ പറയാം. അന്ന, യു ക്യാൻ ട്രൈ ദ ഫുഡ് ആൻഡ് ഗിവ് ദ റിവ്യൂ അബൌട്ട് യാങ്റോ പാവോ മിയാൻ.
After a year, I forget how to hold the chopsticks. Chopsticks. How is it? Good. Mutton flavor. Are you getting the mutton flavor? It is very flavory, right? Yeah. Okay. Giving the whole the essence of mutton itself. Okay, okay. Thank you, thank you. ബിയാങ് മിയാൻ വരുന്നത് കേട്ടോ. ഫ്ലാറ്റ് നൂഡിൽസ് ആണ് ഈ സംഭവം വരുന്നത്. ബിയാങ് മിയാൻ. അങ്ങനെ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയേക്കാണ്. ഇനി ബാക്കി എന്തൊക്കെയാണ് ഇവിടെ ഫുഡ് ഉള്ളത് നമുക്ക് നോക്കി നോക്കാം. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ട് എന്തൊക്കെയാണ് സംഭവങ്ങൾ നോക്കാം. ഇവിടെ ഫോട്ടോ വരച്ച് തരുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ ട്രംപിനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ട്രംപ് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട്. ഇവിടെ ഉള്ളിലെല്ലാവരും ചിത്രമൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കലാകാരൻ. ഇവിടെ ചിത്രം വരച്ചു കൊടുക്കുന്നുണ്ട്. ചിത്രം വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരേ രണ്ട് ഫോട്ടോ വരയ്ക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അന്ന് ഇനി ഇതുപോലെ ആവുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. ഏകദേശം 5 minutes ആണ് സമയം പറഞ്ഞേക്കുന്നത്. 20 yuan ഇതിന് ചാർജ് വരുന്നുള്ളൂ. ആർട്ടിസ്റ്റ് ഇവിടെ ഫോട്ടോ വരയ്ക്കുന്നുണ്ട്. ഫോട്ടോ വരയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫോട്ടോ കിട്ടിയേക്കാണ് കേട്ടോ. അതെ ഫണ്ണി ക്യാരക്ടർ ആയിട്ടുള്ള അന്നേൻ്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അവിടെ എന്ന് വെച്ചിട്ടിരിക്കണം അന്നേ തോന്നുന്നു കേട്ടോ. ഇനി ഫ്രണ്ടിൻ്റെ കളർ ഫോട്ടോ ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. കളറായി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുന്നു. മട്ടൻ്റെ റിബ്സും വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ സ്പൈസി ആക്കാത്ത മട്ടൻ്റെ റിബ്സ് വരുന്നുണ്ട്. പിന്നെ മട്ടൻ്റെ വേറെ കാലിൻ്റെ ഒരു പോർഷൻ, ഇത് ഫൂട്ടിൻ്റെ പോർഷൻ, പിന്നെ ഇത് കോമൺ ആയിട്ടുള്ള നേരത്തെ നമ്മൾ കണ്ട മറ്റേ യാങ്റോൻ്റെ കൊറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടൻ ബാബിക്യൂ സ്റ്റിക്ക് എന്നിട്ട് അർത്ഥം വരുന്നത്. അപ്പോൾ ഇതാണ് മുസ്ലിം സ്ട്രീറ്റിൻ്റെ ഒരു ഈ പാതകളൊക്കെ വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ സമയം 9:45. ക്രൗഡ് അധികമില്ല. പിന്നെ ഇതേ ഇവിടെ കുറേ ഡ്രസ്സ് വിൽക്കുന്ന ഹാൻഡ് ഫുഡ് ഡ്രസ്സൊക്കെ വിൽക്കുന്ന കുറച്ച് കടകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലോട്ട് വന്നാൽ എന്താ ഉള്ളത്? ഇതെന്തോ നേരത്തെ കണ്ട അധികം ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനമാണിത്. റൈസ് കേക്ക് പോലത്തെ സാധനം. പിന്നെ നമ്മുടെ ഷിൻജാങ് ബ്രെഡ് സാധനങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ വേറെയും കുറച്ച് ജ്യൂസിൻ്റെ ഐറ്റംസും സാധനങ്ങളൊക്കെ ഉണ്ട്. ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ട്. പിന്നെ അതെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള എന്തോ ഐറ്റംസും തോപ്പൂൻ്റെ ഐറ്റംസാണ്. പിന്നെ ഇവിടെ കുറച്ച് ജെല്ലി ഉണ്ട്. ഇത് നല്ലൊരു യോഗട്ടാണ്. ഇപ്പോൾ ഈ ലൈറ്റിൻ്റെ കാരണം കൊണ്ട് കുറേ ഗ്രെയിൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ വെറൈറ്റി ആയിട്ട് നമ്മൾ കണ്ടൊരു സംഭവമാണ് കേട്ടോ. നാളികേരം ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇളനീര് വരുന്നത്. അതിൻ്റെ ഒരു ജ്യൂസൊക്കെ ആക്കിയിട്ടുള്ള സംഭവമാണ് ഇവിടെ വരുന്നത്. നമ്മുടെ ഇളനീർ ഷേക്ക് ഒന്നും കേട്ടോ. നാട്ടിൽ കിട്ടുന്ന ഇളനീർ ഷേക്ക് പോലെ സംഭവം. ഇതാണ് തേങ്ങ വരുന്നുണ്ട് ഇവിടെ. തേങ്ങ എങ്ങനെയൊക്കെ പൊളിക്കുന്നുണ്ട്. പിന്നെ ഈ സ്ക്രൂ ഡ്രൈവറൊക്കെ ഇട്ട് പൊളിക്കണേക്കാട്ടും ഇവർക്കും അല്ലേ എങ്ങനെ ഇത് സംഭവം മനസ്സിലാവുന്നില്ല കേട്ടോ. ഒരു വെട്ട് വെച്ച് എന്തെങ്കിലും അറിയാം കത്തിയെടുത്തിട്ട് ഒരു അടിച്ച് പൊട്ടിക്കേണ്ട ആവശ്യമുള്ളൂ. അതിനാണ് അവർ ഇങ്ങനെയൊക്കെ ആക്കി തരുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ജ്യൂസിൻ്റെ ഐറ്റംസും സാധനങ്ങളൊക്കെ ഉണ്ട്. സൊവിനിയർ ഷോപ്പിൽ കയറിയിട്ട് കണ്ണട വെച്ച് നിൽക്കുന്ന അന്നയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന ഫ്രം പാകിസ്ഥാൻ. നമ്മൾ റമദാൻ മാസത്തിൽ ഈ നോമ്പിൻ്റെ സമയത്ത് നമ്മളൊരു പാകിസ്ഥാനി ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് നമ്മൾ മുസ്ലിം സ്ട്രീറ്റ് ഫുള്ള് കവർ ചെയ്ത് മുസ്ലിം സ്ട്രീറ്റിലെ കുറേ ഫുഡ് ഐറ്റംസ് കണ്ട് അതേപോലത്തെ പല ഏരിയാസും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം. ചൈനയിലത്തെ പല വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതാണ്. അതുവരെ ബൈ.